ഹായ് മക്കളെ, അപ്പം പബ്ലിക് എക്സാം ആണ് 10-ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബിസിനസ് സ്റ്റഡീസ് ആണ് അല്ലേ. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, സാർ എങ്ങനെയാണ് ഒരു പ്ലാനുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരുമോ മക്കളെ. ഇനിയുള്ള ദിവസം, അതായത് മാർച്ച് 10th, ഓക്കെ, മാർച്ച് 10ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇനി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ, ഓക്കെ, നിങ്ങൾ പഠിച്ചു തുടങ്ങിയ കുട്ടികളാണെങ്കിലും പഠിച്ച് തുടങ്ങാത്ത കുട്ടികളാണെങ്കിലും ഒക്കെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ഇനി മുതൽ 10 വരെയുള്ള ഈ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഏത് സമയം യൂസ് ചെയ്യണം, അത് നിങ്ങൾ എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സബ്ജക്റ്റ് ഏത്, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ നോളജ് എന്ത്, അല്ലെങ്കിൽ എത്ര സബ്ജക്റ്റുകൾ നിങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ബേസിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 3 സബ്ജക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ടൈം നിങ്ങൾ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ പലരും പറയുന്ന കാര്യമാണ് സ്കിപ്പ് ചെയ്യാണ്, അപ്ലൈ ചെയ്തിട്ടുണ്ട് എഴുതുന്നില്ല എന്നൊക്കെ. പക്ഷേ അത് ചെയ്യാതിരിക്കുക. ഇതിനുള്ള സമയം നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് മാർക്ക് കൂടും. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് തന്നെ ഇരിക്കുക. കുറച്ചധികം ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും, സമയം കുറവാണ്, അത് ചെയ്യുക. ഓക്കെ, റെഡി. അപ്പം ഏത് സമയം, ഇനിയുള്ള ദിവസങ്ങളിൽ ദിവസവും ഡെയിലി രാവിലെ, ഓക്കെ, മോർണിംഗ് ഉള്ള ടൈമൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്കറിയാം 10th-നാണ് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് എക്സാം അല്ലേ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്ന ടൈം നമ്മൾ ലൈവ് ചെയ്യുന്ന ആ ഒരു ടൈം മാത്രമാണ്. സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ലൈവ് നമ്മൾ എപ്പോഴും പോകുന്നത് ഇപ്പോൾ ഉള്ള 10th വരെയുള്ള ദിവസം, ഓക്കെ, രാത്രി 7:30-നാണ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ലൈവ് പോകുന്നത്. അതും നമ്മളെന്താ 1-2 ചാപ്റ്ററുകളൊക്കെ ആയിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, 2 ചാപ്റ്റർ, 1 ചാപ്റ്റർ, അങ്ങനെ ഓരോ ദിവസം 1-2 ചാപ്റ്ററുകൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അങ്ങനെ പഠിച്ച് പോയാൽ മതി. അപ്പം നൈറ്റ് ആ ഒരു ടൈമും അതിന് ശേഷമുള്ള കുറച്ച്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപുള്ള കുറച്ച് സമയം മാത്രം ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുക. അതായത് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനും റിവൈസ് ചെയ്യാനും വേണ്ടി മാറ്റി വയ്ക്കുക. അങ്ങനെ പഠിച്ചാൽ മതി. ബിസിനസ്സിൻ്റെ എക്സാം ആകുമ്പോഴേക്കും അടിപൊളിയായി നിങ്ങൾക്ക് ബിസിനസ് പഠിക്കാൻ പറ്റും. അപ്പം രാവിലെയൊക്കെയുള്ള സമയങ്ങൾ, ആ സമയം നല്ല രീതിക്ക് എന്ത് ചെയ്യുക, ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി മാറ്റി വെച്ചോളൂ. അതായത് രാവിലെയൊക്കെ എണീക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ഉച്ചവരെക്കുള്ള ടൈം, ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം, then ഉച്ച കഴിഞ്ഞൊരു ഈവനിങ് മുതലൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ ബിസിനസ് സ്റ്റഡീസിന് വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പം രാവിലത്തെ സമയം നല്ല പ്രോപ്പറായിട്ടിരിക്കണം, നന്നായിട്ട് തന്നെ. ഓക്കെ, നിങ്ങളിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണോ, കുറേ പഠിക്കാനുള്ളതാണോ, നിങ്ങൾക്കൊന്നും അറിയില്ലേ, അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ +1 എക്സാമിനറിൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ നോക്കുക. അത് അവിടെ നമ്മളെന്താ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എടുത്ത് നമ്മൾ തന്നിട്ടുള്ള ഒരുപാട് വൺ ഷോട്ടുകൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്ററിൻ്റെയും വൺ ഷോട്ടുകളുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ് എക്സാം ടൈമിൽ നമ്മൾ ചെയ്ത മാരത്തോണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മുടെ ചാനലിൽ +1 കൊമേഴ്സ് എന്ന് പറയുന്ന ചാനലിലുണ്ട്. പോരാത്തതിന് ഇപ്പം നമ്മൾ ലൈവ് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പോകുന്നുണ്ട്. ഈ അടുത്ത് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ള മാരത്തോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. അപ്പം രാവിലത്തെ സമയം എന്ത് ചെയ്യുക, രാവിലെയും ഉച്ചയ്ക്ക് ശേഷമൊക്കെയുള്ള സമയങ്ങൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പഠിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവും, ഷുവറാണ്, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അപ്പോൾ കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വരും, കുറച്ചധികം പഠിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തി ഇരിക്കേണ്ടി വരും. അത് ചെയ്തോളുക. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് ഓർക്കുക. ഓക്കെ അല്ലേ. അപ്പം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്കിലേക്ക് മക്കൾക്ക് എത്താൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. അതിനനുസരിച്ച് ഹാർഡ് വർക്കും ചെയ്യാം. ഓക്കെ അല്ലേ. ബൈ.